അപ്പോൾ നമസ്തേ. നമസ്തേ. ഓക്കെ, ഞാൻ ഇന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം സന്തോഷിച്ചുമായിട്ട് ഇന്ന് ഡിസ്കസ് ചെയ്യണമെന്ന് വിചാരിച്ചത്, ഞാൻ ഈ അടുത്തിടയ്ക്ക് ഒരു സ്വാമിജിയുമായിട്ടൊക്കെ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂവിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ 1950കളുടെ തുടക്കത്തിലാണ് രാമായണ പാരായണം എല്ലാ ഭവനങ്ങളിലും ഉണ്ടാകണം. അപ്പോൾ നമുക്ക് മൂല്യച്യുതി വന്നിരിക്കുന്ന നമ്മുടെ ഭാരത സംസ്കാരത്തെ വീണ്ടും കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഇത് കമ്പൽസറി ആയിട്ട് എല്ലാ ഭവനത്തിനകത്തും പാരായണം ചെയ്യണം, സന്ധ്യയ്ക്ക് അത് ചെയ്യണം എന്നൊക്കെയുള്ള രീതിയിൽ ഒരു ഡിസിഷൻ എടുത്തിട്ട് അങ്ങനെ രാമായണ പാരായണം തുടങ്ങുന്നത്. അപ്പോൾ അദ്ദേഹം പരാമർശിച്ചൊരു കാര്യം ഇതായിരുന്നു, ആ സമയത്ത് ഇത് തുടങ്ങുന്ന സമയത്ത് എന്തായിരുന്നോ സാമൂഹിക പശ്ചാത്തലം, അതിൽ നിന്ന് ഈ ഒരു 50 വർഷം കഴിഞ്ഞപ്പോൾ അതിക്രമങ്ങളും പ്രശ്നങ്ങളും ഈ പറയുന്ന മൂല്യച്യുതിയൊക്കെ കുറഞ്ഞോ കൂടിയോ എന്നുള്ളതാണ്. അപ്പോൾ വിലയിരുത്തുന്ന സമയത്ത് രാമായണം പാരായണം ചെയ്തു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഇതിൻ്റെ ഒന്നും മാറ്റം വന്നിട്ടില്ല, സ്ഥിതികൾ വഷളായതേ ഉള്ളൂ. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഓരോരുത്തരും ഇങ്ങനെ ഓരോ സിദ്ധാന്തങ്ങളിൽ വിശ്വസിക്കുന്നുണ്ട്. ഇപ്പോൾ രാമായണം അതാണ് ശരിയായ മാർഗം, അല്ലെങ്കിൽ മഹാഭാരതം അതാണ് ശരിയായ മാർഗം, ഇല്ലെങ്കിൽ ഇസ്ലാം മതം പറയുന്നതാണ് ശരിയായ മാർഗം, ഇല്ലെങ്കിൽ ക്രിസ്തീയ മതം പറയുന്നതാണ് ശരിയായ മാർഗം, ഹൈന്ദവീയതയിൽ തന്നെ സനാതന ധർമ്മത്തിൻ്റെ വഴിയുണ്ട്, ഇങ്ങനെ പല വഴികളുണ്ട്. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും ഓരോരുത്തർ ഇതാണ് ശരിക്കുമുള്ള കാര്യമെന്ന് പറഞ്ഞിട്ട് അതിനെ ഒരു മുൻതൂക്കം കൊടുത്ത് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ സാധാരണപ്പെട്ട ജനങ്ങൾ ഇത് കേൾക്കുന്ന സമയത്ത് അവർക്ക് ആശയക്കുഴപ്പമുണ്ടാകും. അതാണോ ശരി, ഇതാണോ ശരി, ഇനി മറ്റെന്തെങ്കിലും ആണോ ശരി, ഏതിൻ്റെ പുറകെ പോകണമെന്നുള്ളൊരു ആശയക്കുഴപ്പമുണ്ടാകും. അപ്പോൾ സന്തോഷ്ജിയുടെ അഭിപ്രായത്തിനകത്ത് എങ്ങനെയാണ് ഈ ഒരു പ്രശ്നത്തെ നേരിടേണ്ടത്? ആദ്യത്തെ ചോദ്യം, ഈ കർക്കിടക മാസത്തിൽ എന്തിന് രാമായണം വായിക്കുന്നു എന്നുള്ളത്. അത് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം. അറിഞ്ഞിട്ട് വായിക്കുമ്പോഴാണ് അതിനൊരു അർത്ഥം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നമ്മൾ വായിക്കുന്നത് എന്താണ് എന്തിനാണ് എന്നറിയാതെയാണ്. രാമായണമായിട്ട് കർക്കിടക മാസത്തിന് എന്താണ് ബന്ധമെന്ന് നമ്മൾ അറിയാതെയാണ് വായിക്കുന്നത്. ജ്ഞാന ഇച്ഛ ക്രിയാശക്തികളുടെ 3 തലങ്ങളുണ്ട്. 4 മാസം വീതമുള്ള 3ആയിട്ട് ഡിവൈഡ് ചെയ്യും കാലത്തെ, 12 മാസത്തെ. സൂര്യന് ദ്വാദശ ഭാവമാണ് വേദത്തിലേക്ക് വരുമ്പോൾ. അതിനനുസരിച്ച് കാലത്തെ 4ആയിട്ട് ഡിസൈൻ ചെയ്യും. അപ്പോൾ ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം എന്ന് പറയുന്ന 4 മാസം ജ്ഞാനശക്തിക്ക് പ്രാധാന്യമുള്ള കാലമാണ്. ക്രിയാശക്തിക്ക് പ്രാധാന്യം കുറയും. ഇച്ഛാശക്തി ജ്ഞാനശക്തിക്ക് അണ്ടറിലേക്ക് വരണം. അപ്പോൾ നമ്മൾ പാരായണത്തിന് കൂടുതൽ ശ്രദ്ധിക്കണം. പിള്ളേർ സ്കൂൾ തുറന്ന് ഇടവപ്പാതി കഴിഞ്ഞ് കുട്ടികൾ പഠനത്തിന് വേണ്ടിയിട്ട്, അധ്യാപകർ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുങ്ങുന്ന, ജ്ഞാനം ഏറ്റവും ഉദിച്ചു നിൽക്കുന്ന നവമണ്ഡലങ്ങളിലേക്ക് നമ്മൾ ചിന്തിച്ചാൽ ആത്മമണ്ഡലം ഉദിച്ചു നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഏറ്റവും വാല്യുബിളായിട്ടുള്ള ഗ്രന്ഥങ്ങളെ, കൃതികളെ, സയൻസിനെ, സബ്ജക്റ്റിനെ എല്ലാം പാരായണം ചെയ്ത് പഠിക്കുവാൻ ആ പഠനം ഏറ്റവും എളുപ്പമായിട്ടുള്ള കാലവും കൂടിയാണ് ഈ കർക്കിടക മാസം എന്ന് പറയുന്നത്. ആ കാലഘട്ടത്തിന് അത്തരത്തിലൊരു പ്രത്യേകത ഉണ്ട്. അതിന് ആ 4 മാസത്തിൽ 2 മാസം ആരോഹണവും 2 മാസം അവരോഹണമാണ്. ആ ആരോഹണത്തിന്റെ ഏറ്റവും ടോപ്പ് തലാണ് കർക്കിടകം ഒന്നെന്ന് പറയുന്നത്. അതായത് ഇടവം, മിഥുനം കഴിഞ്ഞെന്നാൽ കർക്കിടകമായി ടോപ്പിലെത്തി. കർക്കിടകം കഴിഞ്ഞാൽ പിന്നെ അവരോഹണമാണ് ചിങ്ങമാസത്തിൽ. അപ്പോൾ ജ്ഞാനശക്തി അത് കഴിഞ്ഞ് 4 മാസം, ഈ 4 മാസം ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം കഴിഞ്ഞാൽ പിന്നെ 4 മാസം ക്രിയാശക്തിക്ക് പ്രാധാന്യം. അപ്പോഴാണ് ശബരിമലയിൽ വനവൽക്കരണവും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ക്രിയാശക്തിക്ക് പ്രാധാന്യം. അത് കഴിഞ്ഞെന്നാൽ 4 മാസക്കാലമുണ്ട്. അത് കന്നി, തുലാം, വൃശ്ചികം, ധനു കഴിഞ്ഞെന്നാൽ പിന്നെ 4 മാസമുണ്ട്. ആ 4 മാസം ധനു, മകരം, കുംഭം, മീനം, മേടം. ഈ 4 മാസം ഇച്ഛാശക്തിക്ക് പ്രാധാന്യം ഉള്ളതുകൊണ്ടാണ് നമ്മൾ കോടതികൾ പോലും അവധിയായിരിക്കും. ജ്ഞാനശക്തിക്ക് പ്രാധാന്യം കുറയും, സ്കൂളൊക്കെ അടയ്ക്കും. ശ്രദ്ധിച്ചിട്ടില്ലേ? അതെ അതെ. അപ്പോൾ പാരായണം നടത്തിക്കൊണ്ടിരുന്നാൽ അക്രമം കൂടില്ല, ജ്ഞാനം കൂടുക. ജ്ഞാനത്തെ പാനം ചെയ്തുകൊണ്ടേയിരിക്കുക, പാരായണം ചെയ്തുകൊണ്ടേയിരിക്കുക. അതുകൊണ്ടല്ല ഇവിടെ അക്രമം കൂടുന്നത്. നമ്മളുടെ ഹിംസാഭാവമാണ്, നമ്മളുടെ ആമാശയങ്ങളാണ് നമ്മളുടെ ആശയങ്ങളെ വഴിതെറ്റിക്കുന്നത്. നമ്മൾ വ്രതം നോക്കുന്നത്, അതായത് ആത്മാവ്, മനസ്സ്, ശരീരം എന്നീ ത്രിവിധ കരണങ്ങളെ കൊണ്ടുള്ള അനന്യപരമായിട്ടുള്ള സേവയോട് കൂടിയിട്ടുള്ള നിഷ്ഠയോട് കൂടിയിട്ട് ജ്ഞാനത്തെ സ്വീകരിച്ചാൽ അത് സ്വാധീനം അപ്പുറത്ത് സാത്വികം എന്നുള്ള തലത്തിലേക്ക് നമ്മൾ എത്തുകയും സമാധാനം, സ്വസ്തി ലോകത്ത് പ്രത്യക്ഷമാവുകയും ചെയ്യും. അപ്പോഴാണ് വാനിൽ അശോകം പ്രത്യക്ഷമാകുന്നത്, ശോകത്തെ മാറ്റുന്നത്. അപ്പോൾ പാരായണത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം, ഏത് ഗ്രന്ഥമായാലും. ഇപ്പം രാമായണം മാത്രം വായിക്കണമെന്നല്ല കർക്കിടക മാസത്തിൽ. നമുക്ക് ടഫായിട്ടുള്ള എന്ത് സബ്ജക്റ്റ് ഉണ്ടോ അതെല്ലാം പാരായണം ചെയ്യണം. പിന്നെ ഗ്രന്ഥമൊന്നുമില്ല. ഈ രാമായണം വായിക്കുന്നതിൻ്റെ പിന്നിലൊരു വിശേഷമുണ്ട്. അക്ഷരങ്ങളെ കണ്ടെത്തിയത് ശ്രീരാമചന്ദ്രനാണ്.
വേദത്തെ ആദ്യ വേദാന്ത വേദ്യവാക്യനാണ്. അങ്ങനെയായിട്ടുള്ള ശ്രീരാമൻ്റെ ചരിത്രം തന്നെയാണ് നമ്മൾ ഒരിക്കലും മറക്കാതെ മായ്ക്കാതെ ഓർത്തിരിക്കാനായിട്ട് നമ്മൾ വായനാ പദ്ധതിയുടെ ഭാഗമായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് എടുക്കുന്ന ഗ്രന്ഥം എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. ഇതെല്ലാം ശാസ്ത്രവിധിയാണ്. ഇതിനകത്തൊക്കെ അശാസ്ത്രീയത കുത്തിത്തിരിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് മാനിക്കാൻ പറ്റാത്ത അതിൻ്റെ അപ്പുറത്തെ തലത്തിലേക്ക് പോകും. മറ്റൊരു കാര്യം, ഇപ്പോൾ ഈ വായിക്കുമ്പോഴും രാമായണം വായിക്കുമ്പോഴും അത് ഗ്രഹിക്കാതെയാണ് വായിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഗുണമുണ്ടോ? ഇല്ല, നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലല്ലല്ലോ ഗ്രന്ഥത്തെ കാണേണ്ടത്. അതെ, നമ്മളുടെ ആഗ്രഹങ്ങളല്ല, നമ്മൾ ദൈവത്തെ കാണുന്നത് നമ്മളുടെ ആഗ്രഹിക്കുന്ന രീതിയിലാകുമ്പോഴാണ് പ്രശ്നം. നമ്മളിതിനെ വിഗ്രഹിച്ച അർത്ഥത്തെ ഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. ഓരോ അക്ഷരങ്ങളിലും ഓരോ ദേവത വസിക്കുന്നു, ഓരോ വൃക്ഷങ്ങളിലും ഓരോ ദേവത വസിക്കുന്നു, ഓരോ മൗണ്ടിലും ഓരോ ദേവത വസിക്കുന്നു, ഓരോ ഡിപ്പായിട്ടുള്ള സ്ഥലങ്ങളിലും ഓരോ തീർത്ഥത്തിലും ഓരോ ദേവതാഭാവങ്ങൾ കാണുന്നു എന്ന് പറയുന്നു. അല്ലെ, ദ്രവ്യത്തിൻ്റെ ഭാവങ്ങൾ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും, അനേക തരമാണ്. അപ്പോൾ ഇതിനെയെല്ലാം മനസ്സിലാക്കി ഗ്രഹിക്കുമ്പോൾ മാത്രമാണ് നമ്മൾക്ക് എന്താ പറയുന്നത്, നമ്മളുടെ ആഗ്രഹത്തിനനുസരിച്ച് ജീവിക്കാതെ ഈ പ്രകൃതിയുടെ അനുഗ്രഹത്തിനനുസരിച്ച് നമുക്ക് ജീവിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാവുള്ളൂ. പ്രകൃതിയുടെ അനുഗ്രഹമാണ് നമ്മൾക്ക് വേണ്ടത്, അതിനനുസരിച്ചായിരിക്കണം നമ്മളുടെ ആഗ്രഹം. അപ്പോൾ നമ്മൾ വെറുതെ ഇരുന്ന് ആഗ്രഹിക്കുക, പ്രകൃതിയുടെ അനുഗ്രഹത്തെക്കുറിച്ച് അറിയാതിരിക്കുക, ആ പ്രകൃതിയെ അറിഞ്ഞ് അതിൻ്റെ അനുഗ്രഹത്തിന് പാത്രമാവുക എന്നുള്ളതാണ് നമ്മൾ മനുഷ്യർ ചെയ്യേണ്ടത്. മറ്റെല്ലാ ജീവികളും അതാ ചെയ്യുന്നത്, മറ്റെല്ലാവരും അതാ ചെയ്യുന്നത്. അവർക്ക് ഉറങ്ങുന്നതിന് ഒരു സമയമുണ്ട്, ഉണരുന്നതിനൊരു സമയമുണ്ട്. മനുഷ്യന് മാത്രമാണ് ഈ സിലബസ് എല്ലാം ലംഘിച്ചുകൊണ്ട് നമ്മളുടെ ഇഷ്ടങ്ങൾക്ക് മാത്രം പ്രകൃതിയെ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. ഋതുക്കളെയും ഋതുചര്യകളെയും എല്ലാം മാറ്റിവെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഓരോ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളും ഉണ്ട്.